2024 ഏപ്രിൽ 14 വിഷു നാളിലാണ് മേടമാസത്തിലെ ഷഷ്ഠി. അന്നേ ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചാൽ സ്കന്ദനെ പോലെ തേജസ്വിയും ദീർഘായുഷ്മാനും ശക്തനുമായ പുത്രൻ ലഭിക്കുമെന്നുള്ളതാണ്. സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ചതോടെ അവൻ്റെ രക്തം പ്രവഹിച്ച് ഒട്ടേറെ മുനിമാർ കാലപുരി പ്രാപിച്ചു. ഇത് കണ്ട് സ്കന്ദ ഭഗവാൻ അമൃത് കൊണ്ട് അവരെ പുനർജനിപ്പിക്കുകയും താരകാസുരൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച രക്തത്തെ പർവ്വതമാക്കി മാറ്റുകയും ചെയ്തു. ആ പർവ്വതത്തിന് സ്കന്ദ പർവ്വതം എന്ന പേര് വന്നു. സ്കന്ദൻ ആ പർവ്വതത്തിൽ സ്ഥിരതാമസമാക്കി. ഇപ്രകാരം ചെയ്തത് ഒരു ചൈത്രമാസത്തിലെ ഷഷ്ഠി ദിവസമാണ്. അന്ന് സുബ്രഹ്മണ്യ ഭഗവാനെ പൂജിക്കുന്ന എല്ലാവർക്കും തന്നെ രോഗശാന്തി സിദ്ധിക്കുമെന്ന് ഭഗവാൻ അരുളി ചെയ്തിരുന്നു. ഇതാണ് മേടമാസത്തിലെ ഷഷ്ഠി സംബന്ധമായ കഥ. ഷഷ്ഠി വ്രതമെടുക്കുന്നവർ സുബ്രഹ്മണ്യ മൂലമന്ത്രമായ ഓം വജത്ഭുവേ നമ എന്ന മന്ത്രം ജപിക്കുന്നതും സുബ്രഹ്മണ്യ പഞ്ചരത്നം ജപിക്കുന്നതും സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നതും ഉത്തമമാണ്.